ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബെല്ലി വെറൈറ്റിയായ ടച്ചിഡോ കോയി ഗ്ലാസ് ബെല്ലി വെറൈറ്റി ഫ്രീ ആയിട്ട് സ്വന്തമാക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗ്ലാസ് ബെല്ലി വെറൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളത്. പിന്നെ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ച് ഗ്ലാസ് ബെല്ലി വെറൈറ്റിയുടെ ബ്രീഡിങ് എങ്ങനെയുണ്ട്, ബ്രീഡിങ് ഇഷ്യൂ ഉണ്ടോ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3-4 വെറൈറ്റി ഗ്ലാസ് ബെല്ലി വെറൈറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങും A to Z കാര്യം, അതിൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും ഫീഡും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ മേളിലായിട്ടുണ്ട്. പലരുടെയും കയ്യിൽ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. സീത്രൂ കോയി അതൊക്കെയായിരുന്നു ആദ്യം ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഗ്ലാസ് ബെല്ലി വെറൈറ്റി ഇറങ്ങിയിട്ട് ഗ്ലാസ് ബെല്ലി വെറൈറ്റിയിൽ ഇവരെ കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എടുക്കാൻ കാരണം ഫസ്റ്റ് ഞാൻ എടുത്ത ഇതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എടുക്കാനായിട്ട് ഭയങ്കര മടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗിക്കുറവ് ഫിഷസിനെ ഫീൽ ചെയ്യണ പോലെയൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഈ ക്യാപ്പും ഈ ടച്ചിഡോൻ്റെ പ്രിൻ്റൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഭംഗിയുണ്ട്. പിന്നെ ഈ ഗള്ളിയർ കണ്ട നിങ്ങൾ ഫീമെയിലിൻ്റെ ഒക്കെ നല്ല ഇയറാണ്. മെയിലിനും ഇതേപോലെ വരും കേട്ടോ. ഇപ്പം ഞാൻ നോൺ റിബണാണ് ഇട്ടേക്കണത്. അതിൻ്റെ കൂടെ മെയിലും റിബണുള്ള വന്നെയാണെങ്കിൽ മെയിലിന് നല്ല ഡംബോ ഇയറായിട്ട് വരും. ഫീമെയിലിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഗ്ലാസ് ബെല്ലി എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ആ വയറിനകത്ത് കുട്ടികളെ കാണാൻ പറ്റും. അവർ ഒരുവിധം ബ്രീഡിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ കണ്ണ് വരെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഫീമെയിലിൻ്റെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ എന്തായാലും സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ എഗ്ഗ് ആകുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇതിരിക്കുന്നത് കാണാം. പിന്നെ അവരുടെ കുടലില്ലേ, ആ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തെ ആ വേസ്റ്റ് അതൊക്കെ നമുക്കിങ്ങനെ കറുത്ത രീതിയിൽ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ടിങ്ങനെ വയറിനകത്ത് ഇരിക്കണേ കാണാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ പിന്നെ ഇവരുടെ ആൽബിനോസ് ഉണ്ട് കേട്ടോ. നമ്മുടെ റെഡ് IFR റെഡ് ഇല്ലേ, അതിൻ്റെ തന്നെ ആൽബിനോയിൽ ഗ്ലാസ് ബെല്ലി വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് അത്രയ്ക്ക് കുമ്മായിട്ട് തോന്നില്ല കേട്ടോ. എന്തായാലും നമ്മളെ റെഡ് ആൽബിനോസ് തന്നെ ഫീമെയിലിനെ കാണാൻ ഗ്ലാസ് ബെല്ലി പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസ് ബെല്ലിൽ ആ സാധനം വന്നപ്പോഴത്തേക്കും മെയിലിൻ്റെ കളർ ഇച്ചിരി ഡിമ്മായ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട് ഞാൻ അങ്ങനത്തെ സാധനം ഒന്നും സെലക്ട് ചെയ്തില്ല. ഈ ബ്ലാക്ക് ഐ ഒക്കെ കാണാൻ രസമുണ്ട് കേട്ടോ. ബ്ലാക്ക് ഐ ചില ആൽബിനോസും കാണാൻ രസമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് ഐയിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കണ്ണിങ്ങനെ നല്ല ഒരു രസമുണ്ട്. ആ റെഡിൽ ഇങ്ങനെ ബ്ലാക്ക് കണ്ണിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഗള്ളിയർ, പിന്നെ ഇവരുടെ മെയിൽ വരുന്നത് എപ്പോഴും ഷോർട്ടായിട്ടായിരിക്കും. സാധാരണ അത് കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തായാലും അടുത്ത ബാച്ചിനെ അടുത്തൊരു വെറൈറ്റിനെ കാണിക്കുമ്പോൾ കാണിച്ചിട്ട് എൻ്റെ ഫീമെയിലും എല്ലാം ഇങ്ങനെ ഷോർട്ടായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട മെയിൽ ഷോർട്ടും ഫീമെയിൽ നല്ല സൈസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവർ ഷോർട്ട് ബോഡി അല്ല കേട്ടോ. ഷോർട്ട് ബോഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങണതൊക്കെ ഷോർട്ട് ബോഡി അല്ല, ഫീമെയിൽ നല്ല സൈസ് വെക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ആ ഫീമെയിലിൻ്റെ വയറിൻ്റെ അവിടെ കാണുന്ന ഒരു കറുത്ത ഡോട്ടൊക്കെ ഇല്ലേ, അത് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ ചെറുതായിട്ട് അനങ്ങണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് നമുക്ക് ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ കാണാം നമുക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റി. പിന്നെ നിങ്ങളുടെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ബ്ലാക്ക് ഐയിൽ ആ ഗപ്പീസിനൊക്കെ പോലെ തന്നെ കെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പുറത്തും ചെയ്യുന്നുണ്ട്, അകത്തും ചെയ്യുന്നുണ്ട്. അകത്ത് ചെയ്ത് കുറച്ചും കൂടി ക്വാളിറ്റി കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്താണ് ഞാനിപ്പോൾ കൂടുതൽ ഇത് സജഷൻ ചെയ്യുന്നത്. പുതിയൊരു വെറൈറ്റി ആണല്ലോ, അപ്പോൾ അകത്ത് ചെയ്യണമായിരിക്കും നല്ലത്. പുറത്തും ചെയ്യാവുന്നതാണ്. പുറത്ത് ഞാൻ ടാങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫുഡ് നമ്മുടെ ലൈഫ് ഫീഡൊക്കെ കൊടുക്കാം. ആർട്ടിമയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് സൈസായി വരുന്നുണ്ട്. പിന്നെ പെല്ലറ്റും കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പെല്ലറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് സൈസാക്കി എടുക്കാം. പിന്നെ ഇവരുടെ ഈ ടച്ചിഡോ കോഴി ഗ്ലാസ് ബെല്ലിയില്ലേ, അതിൻ്റെ കോഴി ഇല്ലാത്ത ഗപ്പീസ് ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ഇറങ്ങുന്നുണ്ട്. അത് സാധാരണ വന്നേക്കണ പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. ഒരു 80% നമുക്ക് ഗ്യാപ്പെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 20% ഗ്യാപ്പില്ലാതെ വരുന്നുണ്ട്. അതാണ് ഈ വെറൈറ്റി കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇവരുടെ സൂം ചെയ്തപ്പോൾ നിങ്ങൾ വയറൊക്കെ കണ്ട അതിനകത്ത് തെളിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കുട്ടികളെ കാണാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം സൂം ചെയ്യിക്കുന്നത്. ഇതുണ്ട ആ കറുത്ത് വയറ്റിനകത്ത് കാണുന്നതൊക്കെ എല്ലാം കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവർ സാധാരണ ഗപ്പികളെ പോലെ തന്നെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കഴിക്കണ ഒരു വെറൈറ്റി ആണ്ട. ചെറിയ സൈസാണെന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും കഴിക്കും. നമ്മൾ ബ്രീഡിങ് കേജ് ഇട്ട് തന്നെ സെറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്ലാന്റ് ഇട്ട് കൊടുത്താൽ മതി. ഗപ്പി ഗ്രാസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ കെയർ ചെയ്ത് കിട്ടും. ഇത് ഷോർട്ട് ബോഡി അല്ലാത്തതുകൊണ്ട് ഫീമെയിലൊക്കെ നല്ല സൈസ് വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൗണ്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ ഇപ്പോൾ മെയിലിനെ കണ്ടിട്ട് ഇത് ഷോർട്ട് ബോഡിയാണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ മടിക്കണ്ട. ഞാൻ അങ്ങനെ മടിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് ബോഡിയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആദ്യമൊക്കെ ഒന്നും എടുത്തില്ല. പക്ഷേ ഇത് ഇവിടെ കെട്ടി കഴിഞ്ഞപ്പോൾ ഫീമെയിലൊക്കെ നല്ല സൈസ് ആകുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ യെല്ലോ ലൈസ് ഇല്ലേ, അതിൻ്റെ ആൽബിനോയാണ് ഇത്. നിങ്ങൾക്ക് ആ മെയിലിനെ കണ്ടറിയാം, മെയിൽ ഇതല്ലേ ഷോർട്ടാണ്, പക്ഷേ അതിൽ ആ യെല്ലോ ലൈസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഫീമെയിലിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഫീമെയിലിൻ്റെ വയറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ വയറിനകത്ത് കുടലിങ്ങനെ കറുത്ത് കിടക്കണത് അവരുടെ വേസ്റ്റ് പോകാനുള്ള ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവരുടെ എല്ലാം പുതിയ വെറൈറ്റീസാണ്, ഇമ്പോർട്ട് ഇനിയും വരുന്നുണ്ട്. ആൽബിനോ കോയിൽ, ഗ്ലാസ് ബെല്ലി അങ്ങനത്തെ വെറൈറ്റീസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല പ്രൈസാണ് കേട്ടോ. ഇതും നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ്, 2000-3000 ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഫീഡേഴ്സിൻ്റെ കയ്യിൽ ഇറങ്ങിയപ്പോഴത്തേക്കും റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സെയിലാണുള്ളത്. ടെക്സിഡോ കോയി ഉണ്ട്, ഇതിൻ്റെ ബാച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ബ്ലാക്ക് ഐ ഇല്ലേ, കണ്ണിങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്, കണ്ണ് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫീമെയിൽ നോക്കി കണ്ട കണ്ണ് മാത്രം തെളിഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഫുഡ് എടുക്കണ കാണാൻ മനസ്സിലാവും. മറ്റ് ആൽബിനോസിനേക്കാളും കുറച്ച് നല്ല ആക്റ്റീവ് ഇവർ തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് ഐസ് തന്നെയാണ്. പിന്നെ ഇവരൊക്കെ പ്ലാന്റഡ് അക്വോറിയം, നമ്മൾ പ്ലാന്റഡ് അക്വോറിയത്തിൽ കുഞ്ഞന്മാരൊക്കെ ഓടി നടക്കണ നല്ല രസമായിരിക്കും. അക്വോറിയം പ്ലാന്റഡ് അക്വോറിയം ആയിരിക്കും ഗപ്പീനെ തിരക്കി കിടക്കുന്നുണ്ടെങ്കിൽ ഈ വെറൈറ്റിയൊക്കെ നല്ലൊരു ഓപ്ഷനായിരിക്കും. അത് ടെക്സിഡോ കോയി ആണെങ്കിലും ഈ യെല്ലോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ് കാണാനായിട്ട്. പിന്നെ ഇവരെക്കുറിച്ച് പറയാനായിട്ട് പുതിയ വെറൈറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, ആൽബിനോ കോയിൽ വരുന്നിരിക്കുന്ന ഗ്ലാസ് ബെല്ലി വെറൈറ്റീസ് എന്നൊക്കെ ഗ്ലാസ് ബെല്ലി അല്ലാത്ത വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ബ്രീഡേഴ്സ് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഗ്ലാസ് ബെല്ലി ഇമ്പോർട്ട് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഗ്ലാസ് ബെല്ലി അല്ലാതെ നമ്മൾ സാധാരണ ഫിഷിനെ പോലെയൊക്കെ വരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഗ്ലാസ് ബെല്ലി തന്നെയായിട്ടാണ് വരുന്നത് കേട്ടോ. പുതിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതൊക്കെ സ്റ്റേബിളായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ആ കിട്ടിയ കുഞ്ഞിനെ വെച്ച് ബ്രീഡ് ചെയ്തിട്ട് ഗ്ലാസ് ബെല്ലി അതിനകത്ത് നിന്ന് ഇറങ്ങി എന്ന് കിട്ടിയതെന്നൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം പുതിയ വെറൈറ്റീസൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പഴയ വെറൈറ്റീസ് ഉണ്ട് എടുത്തത്. അത്യാവശ്യം നമ്മൾ എൻക്വയറി ചെയ്ത് കുറച്ച് പേരുടെ അന്വേഷിച്ചിട്ടാണ് സാധനം എടുത്തത്. ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ 1 വർഷത്തിനൊക്കെ മേളിലായിട്ടുണ്ട് നമ്മുടെ ഈ മാർക്കറ്റിൽ കേരളത്തിൽ ഇറങ്ങിയിട്ട്. എന്നിട്ടാണ് ഞാൻ ഇപ്പോഴാണ് ഇതെടുത്തിട്ട് ബ്രീഡ് ചെയ്യിച്ചിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി ഒരു ബാച്ചിനെ നമ്മൾ ടെക്സിഡോ കോയുടെ സെയിലാക്കി. ഇവരുടെയൊക്കെ ഒരു ബാച്ച് ഇറങ്ങിയിട്ടുള്ളത് അത് ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാമെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത്രമായിട്ടുള്ളൂ. ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യണേണ്ട. അപ്പോൾ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. പിന്നെ ഇത് നേരത്തെ എടുത്ത ടീമിനൊക്കെ കുറച്ച് എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ, കമൻറ്റ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ യെല്ലോ ലൈസിൻ്റെ കുട്ടികൾ ഇതാണ്. ഇതിങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ചെറുതാണെങ്കിൽ ആ കണ്ണ് മാത്രം കറുത്തത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ബാക്കിയൊന്നും കാണില്ലെങ്കിൽ ആ കണ്ണ് നല്ലോണം തെളിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ തവളേനെയൊക്കെ കാണൂലേ, തവളയുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന പോലെ കണ്ണ് മാത്രം ഇങ്ങനെ തള്ളിയിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബാച്ചേട്ടാ. അപ്പോൾ ഇവരൊക്കെ സെയിലിനാകുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസിലാണ് കിടക്കുന്നത്. ഇതാദ്യം കണ്ടിട്ട് ടെക്സിഡോ കോയുടെ അടുത്ത ബാച്ചാണ്. ഒരു ബാച്ച് നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്, അടുത്ത ബാച്ചാണിത്. പിന്നെ അത്യാവശ്യം കോയ്സ് ഉണ്ട്. റിബണ് കുറവാണ്, റിബണും ഇങ്ങനെ മാറി ഇറങ്ങാറുണ്ട്. നോൺ റിബണായിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ സെറ്റായിട്ട് എടുക്കണമെങ്കിൽ നല്ല റിബൺ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സെറ്റായിട്ട് എടുക്കുക. അല്ലായെന്നുണ്ടെങ്കിൽ നോൺ റിബൺ മാത്രം എടുത്തിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. നോൺ റിബണിൽ അത്യാവശ്യം ഗ്യാപ്പൊക്കെ ആയിട്ടും ഇങ്ങനെ എടുക്കാൻ പറ്റും. റിബൺ ചെയ്ത് കഴിഞ്ഞാൽ റിബണായിട്ടും ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ റിബണിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. നോൺ റിബണിൽ വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കയറി വീഡിയോ കാണാൻ മറക്കണ്ട. യൂട്യൂബിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് കേട്ടോ. പിന്നെ അടുത്ത വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഗ്ലാസ് ബെല്ലി അല്ലെന്നാണ് ബ്രോ പറഞ്ഞത്. ബ്രോ ഇമ്പോർട്ട് എടുത്തപ്പോഴും അയാളോട് ആ ബ്രീഡർ പറഞ്ഞത് ഗ്ലാസ് ബെല്ലി അല്ല എന്ന രീതിയിലാണ് ഇതിനെ കൊടുത്തത്. ഇത് നമ്മുടെ മജന്ത റെഡ് ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫീമെയിലിനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്ലാസ് ബെല്ലിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുട്ടികളെയൊക്കെ കാണാൻ തുടങ്ങുന്നുണ്ട്. നല്ല വയറായിരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് കുഞ്ഞുങ്ങളെ കാണണ്ട. പക്ഷേ ഗ്ലാസ് ബെല്ലി അല്ലെന്നാണ് റോ പറഞ്ഞത്. ഗ്ലാസ് ബെല്ലി അല്ലെന്നും പറഞ്ഞാൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് നമ്മുടെ സെയിലിനായിട്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസ് ബെല്ലിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ കാണിച്ച വീഡിയോയിൽ. അപ്പോൾ ഗ്ലാസ് ബെല്ലി വെറൈറ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണ ഗപ്പീസിനെ പോലെ ബ്രീഡ് ചെയ്യിക്കാൻ എനിക്കൊന്ന് ആൽബിനോനേക്കാളും കൂടുതൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അത്രയും റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവരുടെ കൊറിയറാണെങ്കിലും സേഫായിട്ട് അഴക്കാൻ പറ്റുന്നുണ്ട്. മറ്റ് ഗപ്പികളെ പോലെ തന്നെ കൊറിയറും അഴക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഇവർ നല്ല ഗുഡാണെന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങളും എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് കിട്ടും.
പുതിയ വെറൈറ്റീസ് ഇറങ്ങുമ്പോൾ പഴയതിനെ കുറച്ച് മാറ്റി പുതിയതിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റിൽ നമ്മുടെ ഫാമിലി കുറച്ച് മെച്ചം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഒരു അപ്ഡേഷനൊക്കെ വരുത്താൻ വേണ്ടി നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ ഗ്ലാസ് ബെല്ലി വെറൈറ്റീസൊക്കെ ചൂസ് ചെയ്യാം, ധൈര്യത്തോടെ ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവരെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ കാണിച്ചില്ല, ഞാൻ ഇവരെ കയ്യിലൊക്കെ എടുത്ത് കളിപ്പിക്കാറുണ്ട്. ഇത് കണ്ട കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും കൊണ്ട് കൈ പിടിക്കില്ല. ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കൈയൊക്കെ സേഫാണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ജസ്റ്റ് കൈ ഇടുള്ളൂ കേട്ടോ. ഒരു നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി വന്ന് ഫുഡ് എടുക്കാൻ വേണ്ടിയൊക്കെ വന്നാണ്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷ് തന്നെയാണ്, ധൈര്യത്തോടെ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗപ്പീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരറിവുണ്ടാകട്ടെ, അവരുടെ അറിവ് നമുക്കും അവർ കമൻറ്റ് ഇടുമ്പോൾ നമുക്കും കിട്ടും. അതുകൊണ്ടാണ് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവാൻ അക്വാട്ടിക് എന്ന് തന്നെയാണ് പേര്. അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് കിടിലൻ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് സ്വന്തമാക്കാനുള്ള അതിനൊക്കെ അതായിരിക്കും. യൂട്യൂബിൽ നമുക്ക് നിബന്ധനകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.